മദ്യനയത്തിൽ സർക്കാരിനെതിരെ KCBC രംഗത്ത് വരികയാണ്. മയക്കുമരുന്നിന്റെ മറവിൽ മദ്യഷോപ്പുകളെ മാന്യവൽക്കരിക്കുന്നതാണ് പുതിയ മദ്യനയമെന്നാണ് വിമർശനം. ഡ്രൈഡേ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുള്ള ടെസ്റ്റ് ഡോസാണ് പുതിയ തീരുമാനമെന്ന് KCBCയുടെ കുറ്റപ്പെടുത്തൽ. KCBC മദ്യവിരുദ്ധ കമ്മീഷന്റേതാണ് പ്രസ്താവന. എസ് രാഗിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാഗിൻ, വീണ്ടും KCBCയും സർക്കാരും തമ്മിൽ ഒരു നയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം. ഇന്നലെ ഈ തീരുമാനം വരുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധവും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത്. എത്രത്തോളം രൂക്ഷമായ ഭാഷയിലാണ് KCBCയുടെ കുറ്റപ്പെടുത്തൽ? രൂക്ഷമായ ഭാഷയിലാണ് KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ കുറ്റപ്പെടുത്തൽ സർക്കാരിനെതിരെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2025-26 കാലയളവിലെ കരട് മദ്യനയം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. അതിൽ 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ഡ്രൈഡേയിൽ മദ്യം വിളമ്പാം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ടൂറിസവുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെയായിരുന്നു വ്യാഖ്യാനങ്ങൾ. ഇതിനെതിരെയാണ് KCBC മദ്യവിരുദ്ധ സമിതി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ലഹരിക്കെതിരാണെന്ന് സർക്കാർ ഒരു വശത്ത് പറയുന്നു, അതേസമയം തന്നെ ഈ മദ്യത്തെ ലളിതവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇത് ഇരട്ടത്താപ്പാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ ലഹരിയുടെ പട്ടികയിൽ നിന്ന് മദ്യത്തെ ഒഴിവാക്കുക, അല്ലെങ്കിൽ മദ്യത്തെ ലളിതവൽക്കരിച്ച് ഉദാരവൽക്കരിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റി നിർത്തുക, ഈ സമീപനം അംഗീകരിക്കാൻ കഴിയില്ല. ലഹരിക്കെതിരെ നിലപാടെടുക്കുമ്പോൾ അതിൽ മദ്യം കൂടി പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ലഹരി വ്യാപനം, മയക്കുമരുന്ന് വ്യാപനം സംസ്ഥാനത്ത് കൂടുമ്പോൾ അതിൽ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ സമിതികളും ഒക്കെ ശക്തമായ നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് സർക്കാരിന്റെയും മറ്റും ഇടപെടൽ ഉണ്ടായത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും മറ്റ് സംവിധാനങ്ങളും അതല്ല മറ്റ് മാർഗങ്ങൾ, പ്രതിഷേധ മാർഗങ്ങൾ. നേരത്തെ സഭ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യത്തിൽ, മദ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടയലേഖനമൊക്കെ പള്ളികളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റെന്തെങ്കിലും നടപടികൾ ആലോചിക്കുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ അവരുടെ ഒരു വാർത്താക്കുറിപ്പാണ് വന്നിരിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ മറ്റു പരിപാടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായപ്പോൾ ഇടയലേഖനങ്ങൾ വായിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഇത്തരത്തിലുള്ള ലഹരി വ്യാപനത്തിനും അല്ലെങ്കിൽ ലഹരിക്കെതിരെ അടക്കം പോരാട്ടം ശക്തമാക്കിയിരുന്നു KCBCയും മറ്റ് സംഘടനകളും ഒക്കെ തന്നെ. അതിന്റെ ഭാഗമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ലഹരി വ്യാപനം അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപനം നടക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള മദ്യശാലകളെയും മറ്റും മാന്യവൽക്കരിക്കാൻ ആണ് ശ്രമം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ, മയക്കുമരുന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. മറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ആകാം, അത് ഇതിനെ തടഞ്ഞു നിർത്തുന്നതാണ് എന്തടക്കമുള്ള കാര്യങ്ങൾ വ്യാഖ്യാനങ്ങളായി വരുമ്പോൾ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പറയുന്നത്. ഇത് സർക്കാരിനും അതോടൊപ്പം തന്നെ മദ്യപനും കൂടാതെ അബ്കാരികൾക്കും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ന്യായവാദം അല്ലെങ്കിൽ ഇത്തരം ഒരു വാദങ്ങൾ ആയി മുന്നിട്ടിറങ്ങുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായ നടപടി വേണം എന്നതാണ് KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ റിലീസ് വാർത്താക്കുറിപ്പായി വന്നിരിക്കുന്നത്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന മദ്യനയം എന്നുള്ളതാണ് KCBC ഇപ്പോഴത്തെ തീരുമാനങ്ങളെ ഒറ്റവരിയിൽ വിശദീകരിക്കുന്നത്.